തിരുവനന്തപുരത്ത് എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതി. എക്സൈസ് ഉദ്യോഗസ്ഥനും കുടുംബവും സഞ്ചരിച്ച കാറ് പിന്തുടർന്ന് വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ലഹരിക്കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ അൽത്താഫാണ് പിന്നീട് ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം എക്സൈസ് ഉദ്യോഗസ്ഥർ അതിക്രമം കാണിച്ചുവെന്നാരോപിച്ച് അൽത്താഫിന്റെ കുടുംബവും പരാതി നൽകിയിട്ടുണ്ട്. രാത്രി വീട്ടിലെത്തിയ എക്സൈസ് സംഘം സ്ത്രീകളെ ഉൾപ്പെടെ അസഭ്യം പറഞ്ഞുവെന്നാണ് പരാതി. അൽത്താഫിന്റെ വീടിന് മുന്നിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. 2 പരാതികളിലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബാലരാമപുരം വഴിമുക്ക് സ്വദേശി അൽത്താഫിന്റെ വീട്ടിലാണ് ആക്രമണം നടന്നതായി പരാതിയുള്ളത്. രാത്രി എക്സൈസ് സംഘം അൽത്താഫിന്റെ വീട് വളഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് പരാതി. അൽത്താഫിനെ പിടികൂടാനെത്തിയ സംഘം വീടിന്റെ ജനലുകൾ അടിച്ചു തകർക്കുകയും സ്ത്രീകൾക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തുവെന്ന് അൽത്താഫിന്റെ കുടുംബം ബാലരാമപുരം പോലീസിൽ പരാതി നൽകി. സംഭവത്തെ തുടർന്ന് അൽത്താഫിന്റെ അമ്മ ഖുറേഷി, ഭാര്യ നന്ദന, സഹോദരി അർഷിത, സഹോദരി പുത്രി നാസിയ എന്നിവർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരു 4-5 പേര് വണ്ടി വന്നിട്ട് ഇറങ്ങി ബൈക്ക് നിർത്താൻ പറഞ്ഞു. ബൈക്കിൽ ചാടി ഇറങ്ങി എന്നെ കയറി പിടിച്ചു. ഞാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ കാരണമൊന്നുമില്ല, വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കയറില്ല, എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നുമില്ല, കാരണമില്ല, അപ്പൊ കയറാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും ഒരു 2 ബൈക്കിൽ വീണ്ടും ആളുകൾ വന്ന് എന്നെ ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ നമ്മൾ എക്സൈസ് ഓഫീസാണ്. ഞാൻ പറയാം എന്താണ് കാരണം പറഞ്ഞാൽ കൂടെ വരാൻ കുഴപ്പമില്ല. ഞാൻ എഴുതിയിട്ട് പറഞ്ഞ് എന്റെ വീട്ടിൽ അറിയിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ കൂടെ വരാ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് എന്റെ ഫോണെ പിടിച്ച് വാങ്ങിയിട്ട് വീട്ടിൽ അറിയിക്കാൻ പറ്റില്ല. അപ്പൊ നാട്ടുകാർ 2 പേരും നടന്നുപോയി. അപ്പൊ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു അമ്മ എന്റെ വീട്ടിലൊന്ന് അറിയിപ്പോ ഞാൻ നമ്പർ പറഞ്ഞുതരാന്ന് പറഞ്ഞപ്പോ അവർ നാട്ടുകാരെ ഇവർ ചോദിച്ചു ആരും വിളിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ അവരെ തന്നെ 2-3 അടിയിൽ തന്നിട്ട് ജീപ്പിൽ കയറാൻ ബൈക്കിൽ കയറാൻ വേണ്ടി പോകും. ഞാൻ കയറി, ഞാൻ ബലമായി അവിടെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ കൂടി ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്റെ കയ്യിൽ ഞാൻ കപ്പിട്ടിട്ട് ബാക്കിൽ പിടിച്ചിട്ട് നമ്മൾ മർമ്മസ്ഥലത്തെല്ലാം പിടിച്ച് 2-3 അടിയെല്ലാം തന്നിട്ട് പ്രസൻ കുമാർ എന്ന് പറഞ്ഞ സാറ് എന്റെ ഈ പാക്കറ്റിലായിട്ട് ഒരു സാധനം വെച്ച് അവിടെ ഞാൻ ഈ സംഭവം നടക്കുന്ന അടുത്തൊരു ക്യാമറ ഉണ്ട്. നല്ല ക്ലിയറായി കാണാൻ പറ്റും. അവർ വെക്കുന്നത് ക്ലിയറായി കാണാൻ പറ്റും. ആ ക്യാമറയിൽ എടുക്കുന്ന ക്ലിയറാ സാധനം വെക്കുന്ന ക്ലിയറായി കാണാൻ പറ്റും. അതേസമയം എക്സൈസ് ഉദ്യോഗസ്ഥരും കുടുംബവും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ അൽത്താഫ് ശ്രമിച്ചതായാണ് എക്സൈസ് പറയുന്നത്. അൽത്താഫിനെ കഴിഞ്ഞ ദിവസം തിരുവുറം എക്സൈസ് 3 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരുന്നു. തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇയാളെ വിട്ടയച്ചു. അൽത്താഫിനെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്ന ബാലരാമപുരം സ്വദേശി അഖിലും കുടുംബവും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി അൽത്താഫ് അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് അഖിൽ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 2 പരാതികളും ലഭിച്ചിട്ടുണ്ടെന്നും വ്യക്തമായി അന്വേഷിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും ബാലരാമപുരം നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര.